അങ്ങനൊന്നും വന്നിട്ടില്ല. പുള്ളി പറഞ്ഞു മറ്റെന്തെങ്കിലും മാനസിക വിഷമങ്ങളോ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ വളരെ ഹാപ്പിയാണ്. പക്ഷെ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ ചില സമയത്ത് ബോധം പോവുക. അപ്പോൾ അത് റിപ്പീറ്റ് ആയിരുന്നു എന്ന് എനിക്ക്, അതായത് ഇടയ്ക്കിടയ്ക്ക് ഇത് പോയിട്ടുണ്ടായിരുന്നു, ഈ ബോധമില്ലാതെ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു, വീണ്ടും അങ്ങനെ വരാൻ പാടില്ല, അതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുക. പുള്ളി പറഞ്ഞ ഓക്കെ, ഒരു കാര്യം ഉറപ്പാ, ബോധം ഇല്ലാണ്ട് അഥവാ ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വീണ്ടും ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, നന്നായിട്ട് റിലാക്സ് ചെയ്യുക, മെമ്മറി സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അങ്ങനെ ചെയ്ത കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പം കഴിഞ്ഞ കാര്യങ്ങൾ നമുക്കിപ്പം അഥവാ അങ്ങനെ ചെയ്ത് എന്തെങ്കിലും ബോധം പോയിട്ട് ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് റിപ്പീറ്റ് ചെയ്യുക, അതിനൊന്നും കൂടെ അങ്ങ് ചെയ്ത് അങ്ങനെ സെറ്റാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് വി ക്യാൻ ഡു തിങ്സ് ടുഗെദർ. ഐ ഹെൽപ്പ് യു. ഐ ഫെൽറ്റ് റിലീറ്റ്. എനിക്ക് കുറച്ച് ആശ്വാസമായി. ഐ സെഡ് ഓക്കെ, ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് someone to help me. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ, അപ്പം നമുക്ക് പിന്നെ കാണാം, യു ഡു ദിസ്. അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തേക്കും, എന്നിട്ട് നമുക്കിനിയുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം സോർട്ട് ചെയ്തതാണ്, പക്ഷെ പിന്നെയും ഇങ്ങനെ കിടന്നൊരു കാര്യം, ഇതിപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കത് സോർട്ടായി കഴിഞ്ഞു. സോ ഐ വിൽ ഡു ദാറ്റ്. ഓ ഇസ് ഇറ്റ് എന്ന് ചോദിച്ചു, എന്താ അത്? അപ്പോൾ ഐ സെഡ് ഞാൻ കുറച്ച് വർഷമായി, ഇപ്പോൾ ഒരു 2015 ഞാൻ ചെയ്തൊരു കാര്യം, പക്ഷെ അത് എനിക്ക് അത് മിസ് ഔട്ട്. സോ ഐ ഹാവ് ടു റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. ദാറ്റ്സ് ഇറ്റ്. ഹി സെഡ് യെസ്, ഗോ ഓൺ. വാട്ട് ഈസ് ഇറ്റ്? ഞാൻ പറഞ്ഞു, ഞാൻ 2015 ഒരു കല്യാണം കഴിച്ചു. അപ്പോൾ no problem, repeat it. He looked at me and ഈ ഐസക് ന്യൂട്ടൻ്റെ ഒക്കെ ഒരു എക്സ്പ്രഷൻ പോലെ പുള്ളി എന്നെ ഇങ്ങനെ നോക്കിയിരുന്നു.